ലാഭം കൈവരിച്ച KSRTC സുലേഖ ശശികുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. സുലേഖയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ കാലങ്ങളായി നമ്മൾ KSRTCയുടെ നഷ്ടക്കണക്കുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ലാഭം കൈവരിച്ചിരിക്കുന്നു KSRTC. കുറേ നാളുകൾക്ക് ശേഷം വിവിധ റൂട്ടുകളിൽ, നിരവധി റൂട്ടുകളിലാണ് KSRTC ലാഭം കൈവരിച്ചിരിക്കുന്നത്. ഓണക്കാലം തീർത്തും KSRTCക്കും അനുകൂലമായ കാലാവസ്ഥയായി എന്ന് തന്നെ വേണം പറയാനല്ലേ? തീർച്ചയായും വിനീഷ, ഓണക്കാലം എന്നതല്ല, സെപ്റ്റംബർ 1 മുതൽ 17 വരെയുള്ള കണക്ക് പ്രകാരമാണ് KSRTC ലാഭകരം, അതായത് നഷ്ടത്തിലുള്ള യൂണിറ്റുകളൊക്കെ തന്നെയും ലാഭം കൈവരിച്ചു എന്നുള്ളൊരു കണക്ക് KSRTC പങ്കുവെക്കുന്നത്. അതായത് സൗത്ത് സോൺ, നോർത്ത് സോൺ, അതിനൊപ്പം തന്നെ സെൻട്രൽ സോൺ, ഈ 3 സോണുകളിലും വലിയ രീതിയിലുള്ള ലാഭക്കണക്ക് തന്നെയാണ് KSRTCക്ക് പങ്കുവെക്കാനുള്ളത്. ഇതുവരെയായി സെപ്റ്റംബർ 1 മുതൽ 17 വരെയുള്ള കണക്ക് പ്രകാരം KSRTC ഇതുവരെയായി 7.11 കോടി രൂപയാണ് KSRTCയുടെ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ലാഭം അത് നിലനിർത്തുന്ന ഡിപ്പോകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നഷ്ടത്തിലായിരുന്ന ഡിപ്പോകൾ ലാഭത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയും ഈ 17 ദിവസക്കാലം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ 17 ദിവസക്കാലം കൊണ്ട് സൗത്ത് സോൺ 8%, അതിനൊപ്പം തന്നെ സെൻട്രൽ സോൺ 4.9%, നോർത്ത് സോൺ 5.3% പ്രവർത്തന ലാഭം കൈവരിച്ചു എന്നതാണ് KSRTC നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ KSRTC ഈ 3 സോണുകളും ഉൾപ്പെടെയുള്ള KSRTC മൊത്തം 6.2% ആണ് ഇത്തരത്തിൽ KSRTC പ്രവർത്തന ലാഭം കൈവരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഓണക്കാലം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകൾ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന ലാഭം തന്നെയാണ് KSRTC നേടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ നേടിയ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത് 7,11,98,856 രൂപയാണ് മൊത്തത്തിൽ KSRTC നേടിയ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ പ്രവർത്തന ലാഭം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആളുകൾ കുറഞ്ഞതും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് യാത്രാ പ്രശ്നം ഉണ്ടാക്കാത്തതുമായ സർവീസുകൾ ആദ്യം റദ്ദു ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഡീസൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വെട്ടിച്ചുരുക്കുന്നതിന് KSRTCയെ സഹായിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ലാഭകരമായ റൂട്ടുകൾ കണ്ടെത്തി അവിടങ്ങളിൽ കൂടുതൽ സർവീസുകൾ KSRTC ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെയും ലാഭമുണ്ടാക്കാൻ വലിയ രീതിയിൽ KSRTCയെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ഉത്സവ സീസണുകൾ, നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകൾ വന്നതോടുകൂടി ഈ ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ പേരും ആശ്രയിച്ചത് KSRTCയാണ്. കാരണം ട്രെയിനുകൾക്കൊന്നും ടിക്കറ്റ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള യാത്ര അത് KSRTCക്ക് നൽകാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വോൾവോ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ KSRTCക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ദീർഘദൂര യാത്രകളൊക്കെ തന്നെയും KSRTCയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആളുകൾ. അതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ലാഭമായി തന്നെ KSRTCക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സെപ്റ്റംബർ 1 മുതൽ 17 വരെയുള്ള 17 ദിവസക്കാലത്തെ കണക്ക് പ്രകാരമാണ് KSRTC ലാഭം കൈവരിച്ചിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള ഒരു നേട്ടമായി തന്നെ KSRTCക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷവും ഒരുപോലെ കുറ്റപ്പെടുന്ന KSRTC കട്ടപ്പുറത്താണ് എന്നുള്ള രീതിയിൽ ഒരുപോലെ കുറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലാഭം KSRTCക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മൊത്തത്തിൽ 6.2% KSRTC ഈ 17 ദിവസക്കാലമായി KSRTCക്കുണ്ടായ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത്. എന്തായാലും ഇത് KSRTCയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു നേട്ടം തന്നെയാണ് വിനീഷ. ശരി സുലേഖ, KSRTCയുടെ ലാഭത്തിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുലേഖ. സെപ്റ്റംബർ 1 മുതൽ 17 വരെയുള്ള കണക്കുകൾ പ്രകാരം 7.11 കോടി രൂപയാണ് KSRTCയുടെ പ്രവർത്തന ലാഭം. നേരത്തെ ഉണ്ടായിരുന്ന ലാഭം നിലനിർത്താനും നഷ്ടം മറികടക്കാനും 17 ദിവസങ്ങൾ കൊണ്ട് നിരവധി റൂട്ടുകൾക്ക് സാധിച്ചു എന്നത് തന്നെയാണ് KSRTCയുടെ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന പ്രശംസനീയമായ ഒരു കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടിരുന്നു KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ വന്നിരുന്നു. പകുതി സാലറി, ഒരു മാസത്തെ സാലറി ആദ്യം
ആദ്യ ഗഡുവായും രണ്ടാം ഗഡുവായും പകുതിയായി നൽകുന്നു. അതിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നു, ബോണസ് ലഭിക്കുന്നില്ല, ഉത്സവത്തെ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള KSRTC ജീവനക്കാരുടെ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KSRTC ലാഭത്തിലേക്ക് വരുന്നു എന്ന വാർത്ത നമ്മളുടെ മുൻപിലേക്ക് എത്തുന്നത്. തീർച്ചയായും KSRTC-കാർക്ക്, KSRTC ആശ്രയിക്കുന്നവർക്ക്, KSRTC ജീവനക്കാർക്ക്, അഭ്യുദയകാംക്ഷികൾക്കെല്ലാം തന്നെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടെയാണ് KSRTC-യുടെ പ്രവർത്തന ലാഭം. 17 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയൊരു ലാഭം KSRTC ഉണ്ടാക്കിയെടുത്തത് എന്ന് തന്നെയാണ് വലിയ നേട്ടം. സുലേഖ പങ്കുവയ്ക്കുകയായിരുന്നു വിശദാംശങ്ങൾ.